ഇവന്റെ സൂപ്പർ പവർ അത് വേറെ ലെവലാണ്. ഇവൻ അവന്റെ ക്ലാസ്സിൽ ഒരു പെണ്ണിന്റെ ഹെയർ ബാൻഡ് എടുത്ത് തിന്നാനായി തുടങ്ങും. അങ്ങനെ അവൻ ഒരു ഫാന്റസി വേൾഡിലേക്ക് പോകും. അവിടേക്കാണെങ്കിൽ ഈ പെണ്ണും വരുന്നുണ്ട്, കൂടെ അവളുടെ ഫ്രണ്ടും ഉണ്ടാവും. ഇവര് മൂന്നാളും കൂടി ഒരു ഗെയിം കളിക്കാൻ തുടങ്ങുകയാണ്, കുറച്ച് ഡേർട്ടി ഗെയിംസ്. ആ ഫാന്റസി വേൾഡിൽ ഇവർ ചെയ്യുന്നതെല്ലാം ഇവിടെ റിയൽ ലൈഫിൽ ഇവർക്ക് റിഫ്ലക്ട് ആവുന്നുണ്ടാവും. ഫാന്റസി വേൾഡിൽ ഗെയിം ഇന്റൻസ് ആയി പോകുന്നതോറും ഇവർക്ക് വരുന്ന ഫീലിംഗ് ഇന്റൻസ് ആവുകയാണ്. ഇവന്റെ പേരാണ് മൈക്ക്. ഇവനൊരു വിയേർഡ് ഹാബിറ്റ് ഉണ്ട്. ഇവൻ എന്ത് വാങ്ങിച്ചാലും അതിന്റെ പാക്കേജ് മാത്രമേ കഴിക്കാറുള്ളൂ. ഇവൻ എന്ത് ഫുഡ് വാങ്ങിച്ചാലും അത് കഴിക്കാതെ അതിന്റെ ലേബിൾ മാത്രം എടുത്ത് തിന്നാനേ തുടങ്ങും. എല്ലാവരും എഴുതാനായിരിക്കും പെൻസിൽ വാങ്ങുക, പക്ഷെ ഇവൻ അതിന്റെ മേലത്തെ റബ്ബർ തിന്നാൻ വേണ്ടി മാത്രം പെൻസിൽ വാങ്ങും. സ്കൂളിലാണെങ്കിൽ ഒരു ബുള്ളി ചെയ്യുന്ന ഗ്യാങ് ഉണ്ടാവും. അവരാണെങ്കിൽ ഇവൻ തൂക്കി കുപ്പത്തോട്ടിൽ ഇടുകയാണ്. എല്ലാവരുടെ മുമ്പത്ത് വെച്ചും വെറുതെ തല്ല് മാത്രം വാങ്ങും. അങ്ങനെ വീട്ടിലേക്കും വരികയാണ്. വീട്ടിൽ ഇവന്റെ അമ്മയാണെങ്കിൽ ഇവന്റെ വിയേർഡ് ഹാബിറ്റ് മറ്റൊരു ഡോക്ടറെ വിളിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ ഡോക്ടർ ആണെങ്കിൽ ഇവന്റെ തീറ്റയ്ക്കൊന്നും മരുന്നില്ല വേണ്ടി അവിടെ നിന്ന് പോകുകയാണ്. ഇത് കേട്ട് ഇവന്റെ അമ്മയും സങ്കടപ്പെടും. പക്ഷെ അടുത്ത സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴായിരിക്കും അവിടെ ഒരു വയസ്സാൽ നിന്നിട്ട് എന്തോ ചെയ്യുന്നുണ്ടാവുക. അയാളാണെങ്കിൽ ഈ ലോകത്ത് മാറ്റാൻ പറ്റാത്ത ഒരു രോഗവും പറഞ്ഞിട്ട് പറയാണ്. അതിന് പ്രൂഫായിട്ട് ആൾക്കാരുടെ മുമ്പ് വെച്ച് ഒരു അമ്മൂമ്മയ്ക്ക് ക്യൂർ ചെയ്ത് കാണിച്ചു കൊടുക്കും. അതുകൊണ്ട് തന്നെ ഇവരും ഹീറോയിൻ ട്രീറ്റ് ചെയ്യാനായിട്ട് ഇവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. വീട്ടിലെത്തി ഇയാളും ഹീറോയുടെ ചെസ്റ്റ് കഴിച്ച് കുറച്ച് അമർത്തി നോക്കുകയാണ്. ഹീറോ എണീക്കും വിചാരിച്ച ഇയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് അവിടെ തന്നെ മരിച്ചു വീഴും. പക്ഷേ ഇയാൾ മരിച്ച അടുത്ത സെക്കൻഡ് തന്നെ ഹീറോ എണീറ്റിരിക്കുകയാണ്. ഇപ്പോഴായിരിക്കും മൈക്കിന് അവന്റെ സൂപ്പർ പവർ കുറച്ച് അറിയാൻ തുടങ്ങുക. ഈ പവർ എത്രയ്ക്ക് പവർഫുൾ ആണെന്ന് നോക്കിയാണ് അവൻ ചെറുതായിട്ട് ഒരു മുറിവുണ്ടാവണം. ആ മുറിവാണെങ്കിൽ അടുത്ത സെക്കൻഡ് തന്നെ കാണാതാവും. വീട്ടിൽ പോയിട്ട് അവന്റെ കയ്യിൽ നിന്ന് തീ കത്തിക്കുകയാണ്. അമ്മയുടെ മുമ്പിൽ ഇവന്റെ കൈ പൊള്ളും വിചാരിച്ചാൽ അതിന് വെറും പുക മാത്രം വരും. ഇവന് ഒരു തുള്ളി വേദന പോലും ഉണ്ടാവില്ല. അടുത്ത ദിവസം ക്ലാസ്സിലേക്ക് പോകണം, പക്ഷെ വീണ്ടും അവിടെ ബുള്ളി ഗ്യാങ് ഉണ്ടാവും. പക്ഷെ ഇത്തവണ പേടിച്ചോടെ അവന് കരിപ്പേറ്റുമായി സംസാരിക്കാൻ തുടങ്ങും. ടെൻഷനായ ബുള്ളി ഗ്യാങ് വടിയെടുത്ത് മൈക്കിന് തലേ തല്ലും. പക്ഷെ തലപൊട്ടി ചോര വന്ന് മൈക്കിനായിരിക്കില്ല, തല്ലിയവനായിരിക്കും. ഇതൊക്കെ കണ്ട് തല്ലിയവനാണെങ്കിൽ അവനവിടെ രക്ഷപ്പെട്ടാൽ മതി വേണ്ട ഓടുകയാണ്. ഒരു ദിവസം ക്ലാസ് റീയൂണില്ല, സെയിം ബുള്ളി ഗ്യാങ് മൈക്കിന് കൃഷ്ണയോട് ഫ്ലേർട്ട് ചെയ്യുന്നുണ്ടാവും. അവൾക്ക് ഇഷ്ടമല്ല, പക്ഷെ അവളുടെ ബാക്കിൽ നിന്ന് ഹഗ് ചെയ്യും. ഇത് കാണുന്ന മൈക്കും വേഗം അവിടേക്ക് പോയിട്ട് അവളിന് വിടാനായി പറയാണ്. പക്ഷെ ബുള്ളി ഗ്യാങ് ആണെങ്കിൽ ഇവർ തല്ലാനായിട്ട് വരും. ഇവർ രണ്ടാളും തമ്മിൽ അടിയുണ്ടാവുന്ന സമയം അവിടുത്തെ പി ടീച്ചർ വന്ന് പിരിച്ചുവിടും. പക്ഷെ എന്നാലും ഈ പ്രശ്നം അവിടെ തീരുന്നില്ല. ആ ഗ്യാങ് അവന്റെ സ്പോർട്സ് കാറിൽ മൈക്കിന് സൈക്കിൾ ചേസ് ചെയ്യാണ്. ഇവനും അവന് പറ്റുന്ന പരമാവധി സ്പീഡിൽ സൈക്കിൾ ചവിട്ടും. പക്ഷെ അവർ ആക്സിലേറ്റർ ചവിട്ടി മൈക്കിന് സൈക്കിളിന് മേലെ കൂടെ കയറ്റിയാണ്. മൈക്കിന്റെ കഥ കഴിഞ്ഞു വിചാരിക്കുമ്പോഴേക്കും ഡ്രൈവർ സീറ്റിൽ കാർ ഓട്ടിയവൻ തലപൊട്ടി മരിച്ചിട്ടുണ്ടാവുക. മൈക്കാണെങ്കിൽ കാറിന്റെ അടിയിൽ എണിച്ചു വരും. ഇത് കാണി ഇവർക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. ഇവന്റിൽ എന്തോ പവറിന്റെ ഇടാവാണ്ട് ഇവർ ജീവനം കൊണ്ട് അവിടെ ഓടും. അടുത്ത ദിവസം ക്ലാസ്സിൽ കണ്ട് മൈക്കിനെ റിവെഞ്ച് എടുത്തിയാവണം വേണ്ടി ഇവർ കുറച്ച് പ്ലാൻ ഇടുകയാണ്. അത് വേറൊന്നും ആയിരിക്കില്ല, മൈക്കിന്റെ വീട്ടിൽ ഇരിക്കുന്ന ഒരു കാരവനിലായിരിക്കും. അത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കല്ലിൽ കാർ കെട്ടി വലിച്ച് അതിന് കൊളാപ്സ് ചെയ്യുക. പക്ഷെ ഇത് ഇവർ ചെയ്യുന്ന നേരം വീട്ടിന്റെ ഉള്ളിൽ ഇവന്റെ അമ്മ ഉണ്ടാവും. ആ ടൈം നോക്കി ഗ്യാസ് കണക്ഷൻ ലീക്ക് ആവുകയാണ്. മൈക്കിന്റെ അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വെളിയിൽ പോകാൻ നോക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്തിട്ട് പറ്റുന്നില്ല. ഒരു ടെൻഷനിൽ ഒരു സ്വിച്ച് ഇടും. ആ ടൈം നോക്കിയാൽ കെയർ തന്നെ എക്സ്പ്ലോഡ് ആവും. ഇവന്റെ വീട് കത്തുന്നിട്ട് വേഗം മൈക്ക് ഉള്ളിലേക്ക് പോയിട്ട് അവന്റെ അമ്മനെ വെളിയിലേക്ക് കൊണ്ടുവരികയാണ്. പക്ഷെ അതിനോട് തന്നെ അമ്മ മരിച്ചിട്ടുണ്ടാവും. മൈക്കിനുണ്ടായിരുന്ന ഒരേ ഒരു ബന്ധുവും പോയി. അങ്ങനെ മൈക്ക് ഒറ്റയ്ക്കാവുകയാണ്. അടുത്ത ദിവസം ഇവന്റെ വീടിന് ഇങ്ങനെ ചെയ്തവർക്ക് ഒരു കുളത്തിൽ കുളിക്കുന്നുണ്ടാവും. അതിലൊരുത്തിന്റെ ഷർട്ട് സൈഡ് കിടക്കുന്നുണ്ടാവും. ഇവനും ആ ഷർട്ട് എടുത്ത് കുറച്ച് കട്ട്സ് തന്നെയാണ്. എന്നിട്ട് ആ ഷർട്ടിനെ അവന്റെ കഴുത്തിലിട്ട് ടൈറ്റ് ആക്കും. മൈക്ക് ഇവിടെ ചെയ്യുന്നതൊക്കെ ഈ ഷർട്ടിന്റെ ഓണറായ ചെക്കനെ അവിടെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടാവും. ഇവന്റെ മുഖം അങ്ങനെ ചോക്കുകയാണ്. ആ സെയിം ടൈം ആ ചെക്കൻ വെള്ളത്തിനുള്ളിലേക്ക് പോകും. വെള്ളത്തിനടിയിൽ അവന്റെ കഴുത്തിൽ ചുറ്റി പോലെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ വെളിയിൽ വരാൻ പറ്റുന്നില്ല. പക്ഷെ ഇതൊക്കെ അവന്റെ ഫ്രണ്ട്സ് കാണുന്നുണ്ടാവും. വേഗം വെള്ളത്തിനുള്ളിലേക്ക് വരാൻ വെളിയിലേക്ക് കൊണ്ടുവരികയാണ്. മൈക്കിനും പറ്റാത്തതുകൊണ്ട് തന്നെ അവന്റെ കഴുത്ത് ഫ്രീ ആക്കി വെറുതെ വിടും. പക്ഷെ അടുത്ത ദിവസം ക്ലാസ്സിൽ മൈക്ക് ബുള്ളി ചെയ്യുന്ന ഗ്യാങ്ങിന്റെ ഒരുത്തിന് പെണ്ണിനോട് ഫ്ലേർട്ട് ചെയ്യുന്നുണ്ടാവും. അവന്മാർക്ക് മൈക്കിന്റെ പവർ അറിയുന്നതുകൊണ്ട് തന്നെ കുറച്ച് കൺട്രോൾ ചെയ്ത് നോക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്തിട്ടും പറ്റുന്നില്ല. ഇവൻ ഓടി വന്ന് അവരെയുള്ള ആസിഡ് എടുത്ത് മൈക്കിന് മുഖത്തേക്ക് ഒഴിക്കും. ആസ് യൂഷ്വൽ മൈക്കിനും സംഭവിക്കില്ല. പക്ഷെ ഒഴിച്ചവനെ മുഖമാണെങ്കിൽ ഡീകമ്പോസ് ഇല്ലാതാവുകയാണ്. ഇതിൽ എന്റെ തെറ്റൊന്നുമില്ല, അവനാണ് എന്നെ ഒഴിച്ചത്. അടുത്തത് നീയാണ്ടാവാണ്ട് മൈക്ക് ലീഡറിനോട് പറഞ്ഞിട്ട് പോകുകയാണ്. മൈക്കും ബുള്ളി ഗ്യാങ്ങിന്റെ ലീഡറിന്റെ കാറിൽ നിന്ന് അവൻ സോക്സ് എടുക്കും. എന്നിട്ട് അവന്റെ കൂടെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. അവന്റെ അച്ഛനമ്മക്കാട് വന്നിട്ടുണ്ടാകും. പക്ഷെ മൈക്കാണെങ്കിൽ അവൻ സോക്സ് എടുത്ത് കടിക്കാനേ തുടങ്ങും. എന്നിട്ടൊരു ഡ്രിൽ ഓൺ ചെയ്ത് മൈക്ക് അവന്റെ കാലത്തിന് കുത്തുകയാണ്. പക്ഷെ ബ്ലഡ് വരുന്നൊക്കെ ഗ്യാങ് ലീഡറിനായിരിക്കും. ആ ലീഡറിന്റെ അച്ഛനും മൈക്കിന് തടനായി പോകും. പക്ഷെ അവനെ പറ്റില്ല. അതുകൊണ്ട് തന്നെ അടുത്തുണ്ടായിരുന്ന ഒരു പോലീസിന്റെ കണ്ണെടുത്ത് മൈക്കിന്റെ തലേക്ക് ഷൂട്ട് ചെയ്യാണ്. പക്ഷെ പാവ ഇയാൾക്ക് അറിയില്ലാത്ത റിഫ്ലക്ട് ആവുന്നു. അങ്ങനെ ഗ്യാങ് ലീഡറും ചാവുകയാണ്. ഇവൻ ചുട്ടായ അവന്റെ അച്ഛനും ചാവുകയാണ്. അങ്ങനെ മൈക്ക് അവന്റെ അമ്മ മരിച്ചതിനുള്ള റിവെഞ്ച് കംപ്ലീറ്റ് ചെയ്യും. മൈക്കിനെ പോലെ ഒരു സൂപ്പർ പവർ നിങ്ങൾ കിട്ടി നിങ്ങൾ എന്തെങ്കിലും കമന്റിൽ അറിയിക്കാൻ. വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക.